എല്ലാവർക്കും PSC വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്ര ശ്രമിച്ചിട്ടും PSC എക്സാമിന് മാർക്ക് ഉയരാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് നമ്മൾ വരുത്തുന്നത്, അത് തിരുത്തിയിട്ട് എങ്ങനെയാണ് നമ്മൾ മാർക്ക് ഉയർത്തിയെടുക്കുക എന്നുള്ളതാട്ടോ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ. നമ്മുടെ മാർക്ക് ഉയരാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വില്ലെന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്സ് ആയിരിക്കും അല്ലേ. ഒരുപാട് തെറ്റുകൾ വരുത്തുക എന്നുള്ളതാണ് അതിന് കാരണം. എപ്പോഴും നമ്മുടെ മാർക്ക് ഇമ്പ്രൂവ് ആയി വരുന്നത് നമ്മൾ ഈ നെഗറ്റീവ്സ് കുറയ്ക്കുന്ന സമയത്തായിരിക്കും കേട്ടോ. അതായത് നമ്മളത് OMR എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഇത് തിരുത്താനുള്ള ഒരു വഴി എന്ന് പറയുന്നത് OMR എക്സാം എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. നെഗറ്റീവ് കുറയ്ക്കാനുള്ള ഒരേ ഒരു വഴി OMR എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ലോജിക്കുകളെല്ലാം ഉപയോഗിക്കണം. അതായത് എല്ലാ ക്വസ്റ്റ്യൻസും പോയി അറ്റൻഡ് ചെയ്യണം എന്നുള്ള മനോഭാവത്തോടു കൂടി പോകുന്നവരുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ആകെ ഒരു 50 എണ്ണല്ലേ എഴുതിയിട്ടുള്ളൂ, ഒരു 60-70 കട്ട് ഓഫ് വരും എന്നെല്ലാം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വീണ്ടും കുറേ ആൻസേഴ്സ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഗസ് ചെയ്ത് എഴുതി അങ്ങനെയും കുറേ മിസ്റ്റേക്ക് വരുത്തി നെഗറ്റീവ്സ് വരുത്തുന്നവരും ഉണ്ടാവും. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ നിർത്തുക. അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയാണ് നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ആവുള്ളൂ. അത് ഇമ്പ്രൂവ് ആക്കി എടുക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ OMR എക്സാമും അതേപോലെ മോക്ക് ടെസ്റ്റുകളൊക്കെ. നിങ്ങൾ ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും ഒരു OMR എക്സാമെങ്കിലും എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങളത് നെഗറ്റീവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതേപോലെ ടൈം മാനേജ്മെൻറ്റിനും ഒക്കെ സഹായിക്കും. അപ്പോൾ അത് എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ, ഈ നെഗറ്റീവ് കുറയ്ക്കാൻ. എൻ്റെ നെഗറ്റീവ്സൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് കുറച്ച് വന്നിട്ടുള്ളത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. എൻ്റെ ഫസ്റ്റ് ആയിട്ട് ഞാൻ OMR എക്സാം എഴുതിയ സമയത്ത് എനിക്ക് 30+ നെഗറ്റീവ്സ് ആണ് ഉണ്ടായിരുന്നത്. 35 അങ്ങനെ എത്രയെങ്ങാനും ഉണ്ടായിരുന്നത്. എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം അറ്റൻഡ് ചെയ്യായിരുന്നു. അതാണ് ഒരു ലക്ഷ്യബോധമില്ലാതെ പ്രവർത്തിച്ചതുകൊണ്ടാണ്. അപ്പം നമുക്ക് ആദ്യം ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം, എങ്കിലേ നമ്മുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനും പറ്റുള്ളൂ. അടുത്ത് ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്നറിയോ? പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാതെ പുതിയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ചു പോവുക. റിവിഷൻ ചെയ്യുന്നത് ടൈം വേസ്റ്റാന്ന് വിചാരിച്ച് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. അതായത് ഇതൊക്കെ എനിക്ക് ഓർമ്മയിലുണ്ട്, ഇതൊന്നും റിവിഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഞാൻ പിന്നീട് നോക്കാം എന്നൊക്കെ, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലൊക്കെ റിവിഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാതെ മറന്നിട്ടും അതേപോലെ വേണം വെച്ച് മടി കാരണം ചെയ്യാതെയും ഒക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം അതൊരു മിസ്റ്റേക്കാണ്. ആ മിസ്റ്റേക്ക് നിങ്ങൾ തിരുത്താൻ വേണ്ടിയിട്ട് എന്തായാലും റിവിഷൻ ചെയ്യാന്നുള്ളത് തന്നെയാണ് ഒരു വഴി. അപ്പോൾ റിവിഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക് ബേസ് ആയിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യാം അല്ലേ. അല്ലാതെ കുത്തിയിരുന്ന് അത് തന്നെ വീണ്ടും വായിക്കണം എന്നില്ല. അപ്പോൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ബോറടിക്കില്ല. ഇപ്പോൾ ടെലിഗ്രാമിലൊക്കെ ആണെങ്കിൽ പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും, ഓരോ ടോപ്പിക്കിൻ്റെ ആണെങ്കിലും SCRT ചാപ്റ്റേഴ്സിൻ്റെ ആണെങ്കിലും ഒക്കെ. അപ്പോൾ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്താലും മതി. അല്ലാതെ നിങ്ങൾ വീണ്ടും ആ ഒരു ചാപ്റ്റർ ബുക്ക് എടുത്തിട്ട് കുത്തിയിരുന്ന് വായിക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ മാർക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റ് OMR ഒക്കെ എഴുതി ശീലിക്കാം. അപ്പോൾ അതിലൂടെ നമ്മുടെ റിവിഷനും നടന്നു പോകും കേട്ടോ. അപ്പോൾ റിവിഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എത്ര തന്നെ പഠിച്ചു എന്ന് പറയട്ടെ, പക്ഷേ ഒരു ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴോ ഒരു റിവിഷൻ എടുക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മുടെ നെഗറ്റീവ്സും കുറയ്ക്കും, അതുപോലെ തന്നെ കൺഫ്യൂഷൻ എല്ലാം മാറ്റും കേട്ടോ. നമുക്ക് ഉത്തരം ഉറപ്പിച്ചിട്ട് എഴുതാനും അതായത് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യാം. അടുത്ത ഇത്തരക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാം ഹാളിൽ അവസാനത്തെ ആ ഒരു ഓട്ടപ്പാച്ചിൽ, അതായത് നമ്മളെ ആ ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ബെല്ലടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് ഇരുന്ന് ഞാൻ ഇത്ര ക്വസ്റ്റ്യനെ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ എണ്ണി വെച്ചിട്ട് ഇനി ഒരു ഇത്രയെങ്കിലും വേണം എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് ബബിൾ ചെയ്യും. ആ ബബിൾ ചെയ്യുന്നതെല്ലാം നെഗറ്റീവായിരിക്കും, മിക്കതും നെഗറ്റീവായിരിക്കും. കാരണം നമ്മൾ ഒട്ടും നമുക്കറിയായിരുന്നെങ്കിൽ നമ്മളത് നേരത്തെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മാർക്ക് കൂടുതൽ കിട്ടണം എന്നുള്ള ആ ഒരു ഇതിൽ പെട്ടെന്ന് നമ്മളത് ഇങ്ങോട്ട് ചെയ്തു പോകും. പക്ഷെ കൂടുതലും അത് നെഗറ്റീവായി മാറുകയാണ് ചെയ്യുക. അങ്ങനെ നമ്മുടെ നെഗറ്റീവ് ഉയരും, നമ്മുടെ മാർക്കല്ലേ കുറഞ്ഞു പോകുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു തെറ്റ് നമ്മൾ ചെയ്യരുത്. നമ്മളങ്ങോട്ട് ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം അങ്ങനെ കേട്ടോ ചെയ്യാതെ, നമ്മുടെ പേനയുടെ ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് തുറക്കില്ല. എൻ്റെ എക്സാം എഴുതി കഴിഞ്ഞാൽ ഞാൻ പേനയുടെ ടോപ്പ് അടച്ചു വയ്ക്കും, പിന്നെ അത് തുറക്കില്ല എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിക്കുക. കാരണം തുറന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നെഗറ്റീവ് ആയിരിക്കും. എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. എല്ലാവരും അതുപോലെ ശ്രദ്ധിക്കുക.
ഇനി വീട്ടിൽ നമ്മൾ എത്ര നന്നായി ഇതൊക്കെ ചെയ്ത് പ്രിപ്പയർ ചെയ്താലും എക്സാം ഹാളിൽ പോകുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ. കാരണം എക്സാം ഹാളിൽ ഒരിക്കലും നമുക്ക് അമിതമായിട്ടുള്ള ടെൻഷനോ ഉത്കണ്ഠയോ ഒന്നും പാടില്ല. എക്സാം കിട്ടുമോ, ക്വസ്റ്റ്യൻ പാടായിരിക്കുമോ എന്നുള്ളതെല്ലാം നമ്മൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിന് മുമ്പേ ഇതൊക്കെ ആയിരിക്കും മനസ്സിൽ ഓരോരുത്തരുടെ. അത് നമ്മൾ ഉറപ്പായിട്ടും നെഗറ്റീവ് മാർക്സിലേക്ക് എത്തിക്കുള്ളൂ. കാരണം ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ ഉത്തരമൊക്കെ അങ്ങ് മാറിപ്പോവും. വീട്ടിലെത്തി നോക്കുമ്പോഴായിരിക്കും ഞാൻ ഇതാണ് എഴുതാൻ വെച്ചിരുന്നത്, അറിയാതെ ഇതിൽ പോയി, അല്ലെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടില്ല, അങ്ങനെ ശരിക്കും വായിച്ചില്ല, അതായത് ശരിയാണോ തെറ്റാണോ എന്ന് അടയാളപ്പെടുത്തിയില്ല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക, അതുപോലെ ടെൻഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് വായിച്ച് ഉത്തരം എഴുതുക എന്നുള്ളതാണ് കേട്ടോ ഈ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനുള്ള വേറൊരു മാർഗം. ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ PSCയിൽ നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആക്കാനും നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനും ഒക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്ത് നോക്കൂ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.